ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ക്ലാസ് 9 കെമിസ്ട്രിയിൽ നമ്മൾ സ്റ്റഡി വിത്ത് മീയിലെ അടുത്ത ഭാഗമാണ് ഇത്. അപ്പോൾ ഇന്ന് നമ്മൾ റദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തെ പറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഏണസ്റ്റ് റൂദർഫോർഡും ഹാൻസ് ഗിഗറും ഏണസ്റ്റ് മാസ്ഡനും ചേർന്ന് നടത്തിയ എക്സ്പെരിമെൻ്റ് ആണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്, ഗോൾഡ് ഫോയിൽ പരീക്ഷണം. അവർ നടത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു തിൻ ഗോൾഡ് ഫോയിലേക്ക്, വെരി തിൻ ഗോൾഡ് ഫോയിലേക്ക് വളരെ നേർത്ത സ്വർണ്ണ തകിടിൽ ആൽഫ കിരണങ്ങൾ പതിപ്പിച്ച് നടത്തിയ പരീക്ഷണമാണ് ഗോൾഡ് ഫോയിൽ പരീക്ഷണം എന്ന് പറയുന്നത്. ഇത് അവർക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ ഘടനയെ പറ്റി കൂടുതൽ വ്യക്തത നൽകിയ ഒരു പരീക്ഷണമാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അവരെങ്ങനെയാണ് എക്സ്പെരിമെൻറ്റ് നടത്തിയെന്ന് വെച്ചാൽ, ഇത് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ്. ഈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്ന ആൽഫ റേസ് വരുന്നത്. അപ്പോൾ ഈ ആൽഫ റേസ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ആൽഫ റേസ്. ഈ ആൽഫ റേസിന് നേർത്ത ഗോൾഡ് ഫോയിൽ, വെരി തിൻ ഗോൾഡ് ഫോയിൽ വന്ന് ഇടിപ്പിക്കുന്നു. അവിടുന്ന് റേസ് പല വഴിക്ക് ഇങ്ങനെ പോകുന്നു. ആ റേസ് പോകുന്നത് മനസ്സിലാക്കാൻ അതിന് ചുറ്റും ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ വന്ന് ഇടിക്കുന്നു. ഈ തിൻ ഗോൾഡ് ഫോയിലൂടെ കടന്ന് ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ പല രീതിയിലാണ് വന്നിടിക്കുന്നത്. അപ്പോൾ അവരങ്ങനെ നോക്കുമ്പോൾ പല രീതിയിൽ റേസ് വന്ന് ഇടിക്കുന്നുണ്ട്. അങ്ങനെ നടത്തിയ ഒബ്സർവേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലീറ്റഡ്. ഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിൾസും ഗോൾഡ് ഫോയിലിൽ കൂടെ കടന്ന് നേരെ ചെന്ന് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ ഇടിക്കുകയെന്ന് ഒരു വ്യതിയാനവും സംഭവിച്ചില്ല. രണ്ടാമത്തെ, സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലീറ്റഡ് ബൈ എ സ്മോൾ ആംഗിൾ ഫ്രം ദി സ്ട്രെയിറ്റ് ലൈൻ വെൻ ദേ ഹിറ്റ് ദി ഗോൾഡ് ഫോയിൽ. പക്ഷെ ചില ആൽഫ കണങ്ങൾ സ്വർണ്ണത്തകിടിൽ തട്ടിയപ്പോൾ നേർരേഖയിൽ നിന്ന് വ്യതിചലിച്ച് ചെറിയ കോണളവിൽ സ്മോൾ ആംഗിളിൽ അവർ ഡിഫ്ലീറ്റ് ചെയ്തതായിട്ടും അവർക്ക് കാണാൻ സാധിച്ചു. ഇനി വളരെ കുറച്ച് ആൽഫ കണങ്ങൾ മാത്രം, വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് മാത്രം എന്ത് ചെയ്തു, വ്യതിചലിച്ച് തിരിച്ചു വന്നു. 180 ഡിഗ്രി കോണളവിൽ വ്യതിചലിച്ച് തിരിച്ചു വന്നു. ബൗൺസ്ഡ് ബാക്ക് ഐ ഡിഫ്ലീറ്റഡ് ബൈ 180 ഡിഗ്രിയിൽ. ഇതാ നോക്ക്, വന്ന് തട്ടി 180 ഡിഗ്രിയിൽ കുറച്ച് മാത്രം ആൾക്കാർ എന്ത് ചെയ്തു, തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ ഇത്രയാണ് നിരീക്ഷണങ്ങൾ. എന്തൊക്കെയാണ്? മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലീറ്റഡ്. ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണത്തകിടിലൂടെ കടത്തിവിട്ടപ്പോൾ യാതൊരു വ്യതിയാനമില്ലാതെ കടന്നുപോയി. ചില ആൽഫ കണങ്ങൾ സ്വർണ്ണത്തകിടിൽ തട്ടിയപ്പോൾ നേർരേഖയിൽ നിന്ന് ചെറിയ കോണളവിൽ വ്യതിചലിച്ച് സഞ്ചരിച്ചു. സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലീറ്റഡ് ബൈ എ സ്മോൾ ആംഗിൾ ഫ്രം ദി സ്ട്രെയിറ്റ് ലൈൻ വെൻ ദേ ഹിറ്റ് ദി ഗോൾഡ് ഫോയിൽ. എ വെരി ഫ്യൂ പാർട്ടിക്കിൾസ്, ആൽഫ പാർട്ടിക്കിൾസ് വളരെ കുറച്ച് ആൽഫ കണങ്ങൾ 180 ഡിഗ്രി കോണളവിൽ വ്യതിചലിച്ച് തിരിച്ചു വന്നു. ബൗൺസ്ഡ് ബാക്ക്, ദാറ്റ് ഈസ് ഡിഫ്ലീറ്റഡ് ബൈ 180 ഡിഗ്രി. ഇങ്ങനെ നിരീക്ഷണമൊക്കെ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ചില അനുമാനങ്ങളിൽ എത്തിച്ചേരാൻ സാധിച്ചു. ചില ഒബ്സർവേഷനിൽ നിന്ന് അദ്ദേഹത്തിന് കുറച്ച് അസംഷനിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, മെജോറിറ്റി ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദി ഫോയിൽ അൺഡിഫ്ലീറ്റഡ് സിൻസ് മോസ്റ്റ് പാർട്ട് ഓഫ് ദി ആറ്റം വാസ് എംപ്റ്റി. ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമായതിനാലാണ് ഭൂരിപക്ഷ ആൽഫ കണങ്ങളും വ്യതിയാനം കൂടാതെ, ഡിഫ്ലീറ്റ് ഒന്നും ചെയ്യാതെ കടന്നുപോയത്. സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ഗോട്ട് ഡിഫ്ലീറ്റഡ് ബൈ എ സ്മോൾ ആംഗിൾ. ചില ആൽഫ പാർട്ടിക്കിൾസ് വ്യതിയാനം സംഭവിക്കുന്നുണ്ട് ചെറിയ കോണളവിൽ, സ്മോൾ ആംഗിൾ, ഡ്യൂ ടു ദി റിപ്പൾഷൻ കോസ്ഡ് വെൻ ദേ പാസ്ഡ് ബൈ ദി പോസിറ്റീവ്ലി ചാർജ്ഡ് റീജിയൻ ഇൻസൈഡ് ദി ആറ്റം. ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉള്ളവരാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ള ആൽഫ കണങ്ങളിൽ ചിലത് ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജ് ഉള്ള ഭാഗത്തിന് സമീപത്തുകൂടെ കടന്നുപോയപ്പോൾ വികർഷിക്കപ്പെട്ടതിനാൽ, റിപ്പൾഷൻ നടന്നതിനാലാണ് അവ ചെറിയ കോണളവിൽ, ചെറിയ ആംഗിളിൽ വ്യതിചലിച്ചത്. ഇത് എൻ്റെ പോസിറ്റീവ് ചാർജ് ഓഫ് ആൻ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ എ വെരി സ്മോൾ വോളിയം അറ്റ് ദി സെൻറ്റർ ഓഫ് ദി ആറ്റം. ദിസ് സെൻറ്റർ ഇസ് എക്സ്ട്രീംലി സ്മോൾ വെൻ കമ്പയർഡ് ടു ദി സൈസ് ഓഫ് ദി ആറ്റം. ആറ്റത്തിൻ്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്ന, കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആറ്റത്തിൻ്റെ മധ്യഭാഗത്തുള്ള സെൻട്രലിലുള്ള ഒരു ചെറിയ വ്യാപ്തത്തിലാണ്, സ്മോൾ വോളിയത്തിലാണ്. ഈ കേന്ദ്രഭാഗം, ഈ സെൻറ്റർ എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ വലുപ്പവുമായി, ആറ്റത്തിൻ്റെ സൈസുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്, എക്സ്ട്രീംലി സ്മോൾ ആണ്. ദി ആൽഫ പാർട്ടിക്കിൾസ് വിച്ച് ബൗൺസ്ഡ് ബാക്ക് വെർ ദോസ് ദാറ്റ് വെർ ഡയറക്റ്റഡ് ടു ദിസ് സെൻറ്റർ. ഇതിന് നേരെ വന്ന ആൽഫ കണങ്ങളാണ് 180 ഡിഗ്രി കോണളവിൽ തിരികെ വന്നത്. ഈ കേന്ദ്രത്തെ അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ഹി കോൾഡ് ദിസ് സെൻറ്റർ
ന്യൂക്ലിയസ്. ഇപ്പോൾ റദർഫോർഡിൻ്റെ ആറ്റം മാതൃകയെ പറ്റി നമുക്ക് ചുരുക്കി എങ്ങനെ പറയാം? ആറ്റം ഹാസ് എ സെൻറ്റർ കോൾഡ് ന്യൂക്ലിയസ്. ആറ്റത്തിന് ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്ര ഭാഗമുണ്ട്. ദി സൈസ് ഓഫ് ദി ന്യൂക്ലിയസ് ഇസ് എക്സ്ട്രീംലി സ്മോൾ വെൻ കമ്പയർഡ് ടു ദി സൈസ് ഓഫ് ദി ആറ്റം. ആറ്റത്തിൻ്റെ വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ സൈസ് എന്ന് പറയുന്നത്, ന്യൂക്ലിയസിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് തീരെ ചെറുതാണ്. ദി എൻറ്റയർ പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി മാസ് ഓഫ് ദി ആറ്റം ആർ കോൺസെൻട്രേറ്റഡ് ഇൻ ദി ന്യൂക്ലിയസ്. മൊത്ത പോസിറ്റീവ് ചാർജും, ആറ്റത്തിൻ്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസും ഏകദേശം പൂർണ്ണമായും ഈ ന്യൂക്ലിയസിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇലക്ട്രോൺസ് റിവോൾവ് വെരി ഫാസ്റ്റ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്ത് ഓർ ഓർബിറ്റ്. ഇലക്ട്രോൺ കറങ്ങുന്നത് സർക്കുലാർ പാത്തിലാണ്, അല്ലെങ്കിൽ ഓർബിറ്റിൽ ഇരുന്നാണ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഇരുന്ന് കറങ്ങുന്നത്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റിൽ വളരെ വേഗത്തിൽ, വെരി ഫാസ്റ്റ് ആയിട്ടാണ് പ്രദക്ഷിണം ചെയ്യുന്നത്. 4 പോയിന്റാണ്. ആറ്റം ഹാസ് എ സെൻറ്റർ കോൾഡ് ന്യൂക്ലിയസ്. ആറ്റത്തിന് ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്രഭാഗമുണ്ട്. ദ സൈസ് ഓഫ് ദി ന്യൂക്ലിയസ് ഇസ് എക്സ്ട്രീംലി സ്മോൾ വെൻ കമ്പയർഡ് ടു ദി സൈസ് ഓഫ് ദി ആറ്റം. ആറ്റത്തിൻ്റെ വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന് വലുപ്പം വളരെ കുറവാണ്. ആറ്റത്തിൻ്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസും ഏകദേശം പൂർണ്ണമായും ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ദി എൻറ്റയർ പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി മാസ് ഓഫ് ദി ആറ്റം ആർ concentrated in the nucleus. Electrons revolve very fast around the nucleus in circular paths or orbit. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റിൽ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. ഈ മാതൃകയെ സൗരയൂഥ മാതൃക എന്നും അറിയപ്പെടുന്നു. അപ്പോൾ റദർഫോർഡിൻ്റെ ആറ്റം മോഡലിൻ്റെ മറ്റൊരു പേരാണ് സൗരയൂഥ മാതൃക, പ്ലാനറ്ററി മോഡൽ ഓഫ് ആൻ ആറ്റം. അപ്പോൾ പ്ലാനറ്ററി മോഡൽ ഓഫ് ആൻ ആറ്റം 6 ആറ്റം മോഡലിനെയാണ് അറിയപ്പെടുന്നത് റദർഫോർഡ് ആറ്റം മോഡൽ. ഓർത്തോണം, സൗരയൂഥ മാതൃക ആരുടെയാണ്? റദർഫോർഡ് ആറ്റം മാതൃകയാണ്. അപ്പോൾ റദർഫോർഡിൻ്റെ സൗരയൂഥ മാതൃകയെ പറ്റി എഴുതാൻ പറഞ്ഞാൽ ഈ 4 പോയിന്റും എഴുതി വെക്കുമല്ലോ. അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡലിന് ലിമിറ്റേഷൻസ് ഉണ്ട്, പരിമിതികളുണ്ട്. അതെന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ദി ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, വൈദ്യുതി കാന്തിക സിദ്ധാന്തം പ്രകാരം ചലിക്കുന്ന ചാർജുള്ള കണങ്ങൾ തുടർച്ചയായി ഊർജം പുറത്തുവിടേണ്ടതാണ്. ചാർജ്ഡ് ബോഡി ഇൻ മോഷൻ ഷുഡ് കണ്ടിന്യൂസ്ലി എമിറ്റ് എനർജി. ചാർജ് ഉള്ള ഒരു ബോഡി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും, മോഷനിലായിരിക്കുന്നത് എപ്പോഴും എനർജി എമിറ്റ് ചെയ്യേണ്ടതാണ്, കണ്ടിന്യൂസ്ലി എനർജി എമിറ്റ് ചെയ്യേണ്ടതാണ്. Hence, negatively charged electrons revolving around the nucleus should continuously lose energy and collapse into the nucleus. നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിന് ചുറ്റും വളരെ വേഗത്തിൽ, വെരി ഫാസ്റ്റ് ആയിട്ട് ഇലക്ട്രോൺസ് ഓർബിറ്റിൽ ഇരുന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. മോഷനിലല്ലേ അപ്പോൾ ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ്. അപ്പോൾ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണ് ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ അത് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, ഊർജ്ജം നഷ്ടപ്പെടുത്തില്ലേ. അപ്പോൾ ഈ ഊർജ്ജം നഷ്ടപ്പെട്ട് അത് ന്യൂക്ലിയസിൽ വന്ന് പതിക്കേണ്ടതുണ്ട് അല്ലേ. ഊർജ്ജം നഷ്ടപ്പെട്ട് ഇങ്ങനെ കറങ്ങി അത് വന്ന് ന്യൂക്ലിയസിൽ പതിക്കേണ്ടതുണ്ട്, കൊളാപ്സ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇത് സംഭവിക്കുന്നില്ല. എന്നാൽ ഇപ്രകാരം സംഭവിക്കുന്നില്ല. Therefore, Rutherford atom model failed to explain the stability of an atom. അതുകൊണ്ട് ആറ്റത്തിൻ്റെ സ്ഥിരതയെ പറ്റി വിശദീകരിക്കാൻ റദർഫോർഡിൻ്റെ മാതൃകയ്ക്ക് സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലിമിറ്റേഷൻ എന്താണ്? അദ്ദേഹത്തിന് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയെ പറ്റി, സ്ഥിരതയെ പറ്റി അദ്ദേഹത്തിൻ്റെ മോഡലിന്, ആറ്റം മോഡലിന്, ആറ്റം മാതൃകയ്ക്ക് പറയുവാൻ സാധിച്ചില്ല. ഇനി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. അതിന് ചാർജ് ഉണ്ടോ? ഇല്ല, ചാർജ്ലെസ്, ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. ആരാണ് കണ്ടുപിടിച്ചത്? ജെയിംസ് ചാഡ്വിക്. അവരുടെ മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് ഈക്വലായിട്ടുള്ള മാസാണ് ന്യൂട്രോണിനുള്ളത്. ന്യൂട്രോണിൻ്റെ മാസ് എന്താണ്? ഈക്വലാണ് ഹൈഡ്രജൻ ആറ്റത്തിന് ഈക്വലായിട്ടുള്ള മാസാണ് ന്യൂട്രോണ്. ജെയിംസ് ചാഡ്വിക് ആണ് കണ്ടുപിടിച്ചത്. അത് ചാർജ്ലെസ് ആണ്, ചാർജ് ഇല്ലാത്തവയാണ്. താങ്ക് യു.